ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ഓരോ ദിവസവും കർത്താവിന്റെ കരുണയിലിടുക. ഓരോ പ്രഭാതവും ഓർമ്മിപ്പിക്കുന്നത് ഒരു പുതിയ അനുഗ്രഹത്തെ പറ്റി. മക്കളെ, ഈ മണിക്കൂർ നിന്നെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് തരാൻ പോകുന്ന ഒരു പുത്തൻ അനുഗ്രഹത്തെ പറ്റിയാ. ഹല്ലേലൂയാ, സന്തോഷത്തോടെ ഹല്ലേലൂയാ. ദൈവമക്കളെ, ആഗ്രഹിക്കുക തമ്പുരാന്റെ സന്നിധിയിലായിരിക്കും. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയാ. 122 സങ്കീർത്തനത്തിൽ സങ്കീർത്തനം പറയുക, നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം ഇതാ. നമ്മുടെ അമ്മ വീട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുക, നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് വന്നിരിക്കുക, എന്റെ അപ്പൻ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുക. ഹല്ലേലൂയാ. ഓരോ ആരാധനയും നമുക്ക് അഭിഷേകത്തിന്റെ സമയമാണ്. A new energy, a new spirit, a new power. ഹല്ലേലൂയാ. നിശ്ചയമായി ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പോകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മക്കളെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവില്ലാതെ ഒരു വ്യക്തിക്ക് യേശുക്രിസ്തു എന്ന് പറയാനാവില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ഒരു അഭിഷേകത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കാതെ മക്കളെ, വലിയൊരു അഭിഷേക കർത്താവ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ തരാൻ പോകും. അതുകൊണ്ട് നല്ലൊരു ഒരുക്കം വേണം ശുശ്രൂഷയ്ക്ക്. ദൈവങ്ങളെ, ഏത് ആത്മീയ ശുശ്രൂഷയ്ക്കും നല്ലൊരു ഒരുക്കം ആവശ്യമാണ്. അനേകം മക്കൾ ഇന്നലത്തെ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഇന്നത്തെ ദിവസം അനേകം മക്കൾ ഉപവസിക്കുക. ഈ ശുശ്രൂഷയുടെ ഒരു അഭിഷേകം നിന്നിൽ ഉണ്ടാവണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന കാര്യമാണ്. 1 or 2 നേരത്തെ ഭക്ഷണം ഇന്ന് ഉപേക്ഷിക്കണം. നിന്റെ ഭക്ഷണം, നിന്റെ ഇഷ്ടങ്ങൾ നീ ഉപേക്ഷിക്കുമ്പോ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരും. ഹല്ലേലൂയാ. അവങ്ങളെ അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം ഇതാ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് പോയിട്ട് ദൈവം അനുഗ്രഹിക്കുന്നു. അങ്ങനെ അനുഗ്രഹിക്കൂല. നീ നിന്റെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് കഴിയുമ്പോ ഏതെങ്കിലും ഇഷ്ടം ഇവിടെ വേണം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വെച്ച് തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണ്ടെന്ന് വെക്കണം. സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ഇഷ്ടം. രാത്രിയുടെ യാമങ്ങളിൽ ഉണരണം. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, രാത്രി 12 മണിക്ക് ഉണർന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം മക്കൾ അഭിഷേകത്തിൽ നിൽക്കുന്ന മക്കളുടെ അനുഭവങ്ങളായത്. ഹല്ലേലൂയാ. അതേപോലെ ത്യാഗം എടുത്ത്, വെറുതെ അല്ല മക്കളെ ത്യാഗം എടുക്കണേ. പ്രിയപ്പെട്ട ആരെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിൽ നീ ഊണും ഉറക്കവും ഇല്ലാതെ ഇരിക്കുമല്ലോ. പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒരു രോഗപീഠയാണെങ്കിൽ നീ കാവലിരിക്കുമല്ലോ. ദൈവമക്കളെ, രോഗം വരാൻ വേണ്ടി കാത്തിരിക്കണ്ട. ഇപ്പോഴും ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നിനക്ക് ഉപവാസം ഉണ്ടാവണം. നീ ഉണർന്നിരിക്കണം ചില രാത്രിയുടെ യാമങ്ങളിൽ. ഒച്ചത്തിപ്പതി ഹല്ലേലൂയാ, ഒച്ചത്തിപ്പതി ഹല്ലേലൂയാ. മക്കളെ, ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുക, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക, കർത്താവിന്റെ കരുണയാൽ നിറയാൻ. ഹല്ലേലൂയാ. അതുപോലെ കുമ്പസാരിച്ചൊരുങ്ങുക. 2 ആഴ്ചയിൽ ഒരിക്കൽ ദൈവമക്കൾ നിശ്ചയമായിട്ട് കുമ്പസാരിക്കണം. നിന്റെ ഹൃദയം മുഴുവൻ തുറന്നു വെക്കണം മക്കളെ. നീ ഭയപ്പെടുവൊന്നും വേണ്ട. നിനക്ക് സങ്കടപ്പെടാനോ നീ അപമാനപ്പെടാനോ ഒന്നും പോകുന്നില്ല. നിന്റെ പാപങ്ങള് പുരോഹിതനെ അറിയിക്കുമ്പോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരഞ്ഞു പറയണം. നിന്റെ മനസ്സിൽ കൂടെ പോയ, അങ്ങ് ദൂരെ മനസ്സിൽ കൂടെ പോയ കാര്യങ്ങൾ പോലും നീ ഏറ്റു പറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവള് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മുടെ മനസ്സാ പ്രധാനപ്പെട്ടത്. നമ്മുടെ മനസ്സിൽ ഇപ്പോ നീ ദൈവത്തെ ആരാധിക്കുമ്പോ നിന്റെ ചങ്ക് കത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഹല്ലേലൂയാ. നിന്റെ മനസ്സാ കർത്താവ് നോക്കുന്നത്. തമ്പുരാൻ തന്നെ പറഞ്ഞില്ലേ, ഹൃദയത്തിലാ പാപങ്ങള്. ഹല്ലേലൂയാ. നിന്റെ പ്രവൃത്തി ദൈവം ക്ഷമിക്കും, നിന്റെ പാപപ്രവൃത്തികൾ ദൈവം ക്ഷമിക്കും. പക്ഷേ നിന്റെ ഹൃദയത്തിലെ പാപങ്ങൾ ദൈവത്തെ വേദനിപ്പിക്കും. ഹല്ലേലൂയാ. നമുക്ക് അനുദപിച്ച്
അനുദപിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവളെ നന്നായിട്ട് കുമ്പസാരിക്കുക, 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കുക. നീ കുമ്പസാരിക്കാൻ സാധിക്കാത്തവർ മറ്റ് മതവിഭാഗങ്ങൾ, സഭാവിഭാഗങ്ങളിൽപ്പെട്ട മക്കൾ അവർ അനുദപിച്ച് പ്രാർത്ഥിച്ചു, തമ്പുരാന്റെ കരുണയുണ്ടാവും. ഹല്ലേലൂയ. നമ്മളൊരു കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് നീ ഒരു 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോക്കെ, ആ കുർബാന ഒരു അഭിഷേകമാവും. കുമ്പസാരിക്കാൻ പോകുന്നതിന് മുമ്പ് ഓടിപ്പോ ഒന്നും ചെയ്യില്ല, ഒരു കൊന്തയെല്ലാം വൈകിട്ട് കൊന്തയെല്ലാം പോവുക, വീട് കുടുംബ പ്രാർത്ഥന. അതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് നീ ജപമാല തുടങ്ങി. നമ്മളിപ്പോൾ ഒറ്റ പിടിപ്പീരായത്, നമ്മൾ സ്വർഗത്തിലും എത്തത്തില്ല, ഭൂമിയിലും എത്തത്തില്ല പ്രാർത്ഥന. യു ഷുഡ് ബി പ്രിപ്പയർഡ്. അല്ലെ, ഒരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നീ ഒരുങ്ങാറില്ലേ? ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പ് നീ ഒരുങ്ങാറില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ ലോകത്തിൽ എവിടെ ഇരുന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നതെങ്കിലും ദൈവമക്കൾ ഇത് തിരിച്ചറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച സായാഹ്നങ്ങൾ 4 മണി മുതൽ 5 മണി വരെ സമയം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു കൃപയുടെ അഭിഷേകത്തിന്, അനുഗ്രഹത്തിന് മണിക്കൂറാണ്. അനേകം മക്കൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആ സമയത്ത് നടന്ന അത്ഭുതങ്ങളെ പറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലൂടെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു. ദൈവമക്കളെ, ഒരു ദൈവദൂതന്റെ വരവിനെ പറ്റി, ഒരു ദൈവദൂതിന്റെ വരവിനെ പറ്റി, ഒരു ദൈവവചനത്തിന്റെ പ്രഘോഷണത്തെ പറ്റി, അല്ലെ തമ്പുരാന്റെ സ്വരം മുഴങ്ങിയതിനെ പറ്റി ഇതാ മത്തായി സുവിശേഷം 3-ാം അധ്യായം സാക്ഷ്യപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ മരുഭൂമിയിൽ മുഴങ്ങുന്ന സ്വരം. നമ്മളൊക്കെ ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ മരുഭൂമികളിൽ ഇരിക്കാൻ പറ്റും. ജീവിതത്തിൽ എങ്ങുമെത്താതെ നിൽക്കുന്ന ഒരു ദൈവ പൈതല, ഒരു ദുരന്തത്തിൽ നിൽക്കുന്ന ദൈവ പൈതല, ഒരു കടക്കണിയിൽ നിൽക്കുന്ന ദൈവ പൈതല, ക്യാൻസർ രോഗ 4th സ്റ്റേജിൽ എത്തിയിരിക്കുന്ന ദൈവ പൈതല, ഒരു കുടുംബ ബന്ധം തകർന്നിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ദൈവ പൈതല. You are in a desert. നീ ഒരു മരുഭൂമിയിലാ പൈതലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ മരുഭൂമി ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ ഉള്ള ഇടമാണെന്ന് ദൈവമക്കൾക്ക് തിരിച്ചറിവ് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ തന്നെ ഒരു 4 പേര് വല്ലാത്ത നൊമ്പരത്തോടെ അച്ഛൻ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത്. വല്ലാത്ത സങ്കടം. എനിക്ക് രാവിലെ കുർബാനയ്ക്ക് കയറി കഴിയുമ്പോൾ വല്ലാത്ത വേദനയായിരുന്നു. ഒരു മകള് 30 വയസ്സ് ആയേ ഉള്ളൂ, RCCക്ക് പോയിട്ടുണ്ട്, രാവിലത്തെ ട്രെയിനിന് പോയിട്ടുണ്ട്, RCCക്ക് പോയിരിക്കുക. അവളുടെ യൂട്രസിൽ 2 കുഞ്ഞുമക്കളുടെ അമ്മയാണ്. അവളുടെ വയറ്റില് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി അതിന് ബയോപ്സിക്ക് കൊടുക്കണം, അവിടെ ചെക്കപ്പിന് വേണ്ടി പോയിരിക്കുക. അവൾ ഒന്നല്ല 4 പേര് അതുപോലത്തെ, ഏതാണ്ട് ആ പ്രായത്തിലൊക്കെയുള്ള 4 പേര് ഈ രോഗപീഠയായിട്ട് ചെക്കപ്പിന് പോയിരിക്കുക. ഹല്ലേലൂയ. യു ആർ ഇൻ എ ഡെസേർട്ട് മക്കളെ. അച്ഛൻ ഒരു കാര്യം ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ പറ്റും, നീ മരുഭൂമിയിലാണെങ്കിൽ നിന്റെ ദൈവം മരുഭൂമിയിൽ ഇരുന്നവനാണ്. ഹല്ലേലൂയ. തന്റെ ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ പൊന്നു കർത്താവ് 40 ദിവസം ഈ മരുഭൂമിയിലായിരുന്നു. ഹല്ലേലൂയ. നിന്റെ മരുഭൂമിയിൽ നിന്റെ ദൈവമുണ്ടെന്ന്, നിന്റെ മരുഭൂമി അനുഭവത്തിൽ നിന്റെ ദൈവം സംസാരിക്കുമെന്ന്. മക്കളെ, എനിക്കറിയില്ല ഞാൻ പറയുമ്പോ അല്പം കൂടി പോകുന്നോന്ന്. മരുഭൂമിയിലെ ദൈവം സംസാരിക്കത്തുള്ളൂ. Only in the desert you will hear the word of God. നീ മരുഭൂമിയിലാണെങ്കിൽ മാത്രമേ നീ ദൈവത്തിന്റെ സ്വരം കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേകം മക്കൾ പറയുന്ന സാക്ഷ്യമല്ലേ ഇത്? ഇന്ന് ഞാൻ രാവിലെ കണ്ട ഒരു മകള്, അവള് പറയുകയാണ്, യുവതി വല്ലാത്ത പ്രതിസന്ധി കൂടെ കടന്നു പോയപ്പോഴും ഒരു കുട്ടി അവളോട് പറയാ, എടി ഞാനവിടെ പോയിട്ട് എനിക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, ഞാൻ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ ഈ മാള് പറയാ, അങ്ങനെ ഞങ്ങളുടെ ചുറ്റുപാടുള്ള 3 പേരെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വരവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഈ ഒരിക്കൽ അനുഭവിച്ച, ഒരിക്കൽ തിരിച്ചറിഞ്ഞ പിന്നെ നീ തളരില്ല. ജീവിതത്തിൽ ഒരു വേദന വരുമ്പോ, ജീവിതത്തിൽ ഒരു സങ്കടം വരുമ്പോ, ജീവിതത്തിൽ ഒരു തകർച്ച, ഇറ്റ് ഈസ് നോട്ട് ക്ലോസിംഗ് ദ ഡോർ ഓഫ് യുവർ ലൈഫ്. ഇറ്റ് ഈസ് ആൻ ഓപ്പണിംഗ് ഓഫ് ദ ഡോർ ഓഫ് യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് വാതിൽ തുറക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ വാതിൽ അടച്ചിടുന്നവനല്ല കർത്താവ്. ഹല്ലേലൂയ. നീ വാതിൽ അടച്ചിട്ടാലും അതിനകത്തേക്ക് കയറി വരുന്നവനാ കർത്താവ്. ഹല്ലേലൂയ. ഈശോയുടെ ജനനത്തെ പറ്റിയാ വിശുദ്ധ മത്തായി എഴുതി തുടങ്ങുന്നത്. ഈശോയുടെ സമയത്തെ പറ്റിയാ വിശുദ്ധ മത്തായി എഴുതുന്നത്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നത് ജനത, ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത,
ദുഃഖത്തിൽ കഴിഞ്ഞിരുന്നൊരു ജനത, പാപത്തിൽ കഴിഞ്ഞിരുന്നൊരു ജനത. ഹല്ലേലൂയ. അതേ പൈതല്, നിന്റെ പാപത്തിന്റെ നിമിഷങ്ങളിലും നിന്റെ ദൈവം നിന്നോട് സംസാരിക്കുമെന്ന്. പിശാച് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കും. എന്നിട്ട് അവൻ പറഞ്ഞു തരുന്നൊരു കാര്യം എന്താണെന്നറിയോ? ദൈവത്തിന് നിന്നെ ഇഷ്ടമില്ല, നീ നിന്റെ ആത്മാവിനെ നഷ്ടമാക്കി, നീ പാതാളക്കുഴിയിലോട്ട് വീണിരിക്കുക, ദൈവം നീ പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല. പിശാച് പറഞ്ഞു തരിക, അല്ല പൈതലേ, പരിശുദ്ധാത്മാവ് ഇപ്പം പറയുക, നീ പാപം ചെയ്തിട്ടിരിക്കുകയാണ്. ഓപ്പൺ യുവർ ബൈബിൾ, നിന്റെ വചനഗ്രന്ഥം നീ തുറക്ക്. നീ ഓടി ദേവാലയത്തിൽ പോ, നീ ഓടി കുമ്പസാരക്കൂട്ടിലേക്ക് പോ. ഹല്ലേലൂയ. പാപത്തിൽ ഇരിക്കരുത് മക്കള്, പാപത്തിൽ ഇരിക്കരുത്. നമ്മൾ നോയമ്പിന് വേണ്ടി ഒരുങ്ങാൻ പോവുക. ഈശോയുടെ 25 നോയമ്പ് ജനനത്തിരുന്നാളിന് വേണ്ടിയുള്ള നോയമ്പിന് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ പോവുക. ദൈവമക്കളെ, ഈ നവപ്രഭാതം ഈ വചനം കേൾക്കുമ്പോ കർത്താവ് പറയാ, get up and walk and come to my home. ഹല്ലേലൂയ. നീ ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്ക് മക്കളെ. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത പ്രകാശം കണ്ടുവെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം വരുമെന്ന്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു. സ്നേഹിച്ചു കെട്ടിയതാ. ഒരു ദിവസം വഴക്കുണ്ടായി, രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിഞ്ഞു. അവളെ ഇറങ്ങി വീട്ടിൽ നിന്ന്. ഇറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, നീ ഇറങ്ങുവാണെങ്കിലേ ഇനി നീ എൻ്റെ മുഖം കാണില്ല. ഇവളിറങ്ങിപ്പോയി. അവനും ഇറങ്ങിയ പാടെ അവനൊരു ഉപകാരം ചെയ്തു, ഫോണങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തു. വണ്ടി എടുത്തുകൊണ്ട് അവൻ പോയി. അവൾ തിരിച്ചും വീട്ടിലോട്ടും കയറി വന്നു. പെണ്ണുങ്ങളങ്ങനാണല്ലോ. അവർ പെട്ടെന്ന് തിരിച്ചു വരും. പക്ഷേ പുരുഷന്മാരുടെ മനസ്സിൽ മുറിവ് കെട്ടിയാൽ മറക്കും. പക്ഷേ അവർ വല്ലാത്ത കട്ടി കൂടി പാർട്ടീസ് അറിഞ്ഞേക്കണം കേട്ടോ. അതുകൊണ്ട് വലിയ മുറിപ്പെടുത്താൻ ഈ യുദ്ധത്തിനൊക്കെ പോകാതിരിക്കുന്നത് നല്ലത്. അവർ മറന്നു കളയും. പക്ഷേ അങ്ങനെ പോയില്ല. ഇവൻ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത്, മാൻ മിസ്സിങ്. ഈ പെണ്ണ് പറയുക, അവൾ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. അവൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അവൾ പുണ്യാളച്ചനോട് പറഞ്ഞു. അവസാനം വിളിച്ച് കേട്ടില്ല. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ അവൾ ഫോൺ എടുത്ത് വിളിച്ചു, പുണ്യാളച്ച, ഈ ഫോൺ റിങ് ചെയ്തേ പറ്റത്തുള്ളൂ, ഇത് ഞാൻ വിളിക്കാൻ പോയി, ഇത് റിങ് ചെയ്തേ പറ്റത്തുള്ളൂ. വിശ്വസിക്കാൻ പറ്റുന്ന സാക്ഷ്യം കിടപ്പുണ്ട്, വിശ്വസിക്കാൻ പറ്റുന്ന വിഷയം. അവൾ വിളിച്ചു, ആ ഫോൺ റിങ് ചെയ്തു. ഹല്ലേലൂയ. മക്കളെ, അവൻ തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് രണ്ടുപേരും കൂടെ സാക്ഷ്യം പറയും. എന്തോ ഒരു എളിമയുണ്ടായിട്ടാ അവർ രണ്ടു ദൈവങ്ങളൊരു അഭിഷേകം അവർ പ്രാപിച്ചു. അതിന്റെ രഹസ്യം അതാ. അത്രയും നാണം കെട്ട് ഈ ആൾക്കാരെ കയറി നിന്ന് അവര് സാക്ഷ്യം കൊടുക്കുമ്പോ അവർക്ക് ദൈവം ഒരു കൃപ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ മക്കളെ, അവളുടെ തകർച്ചയില്, അവളുടെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച നിമിഷത്തില് അവൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു. നിന്റെ മരുഭൂമി അനുഭവങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വരും എന്നതിന്റെ മുന്നറിയിപ്പായി നീ കാണണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. മക്കളെ, കുടുംബത്തിൽ ഈ ദുരന്തം ഉണ്ടായതുകൊണ്ട് ഇന്ന് 10,000 മധ്യത്തിൽ കയറുന്നുണ്ട്. നിങ്ങൾക്ക് കർത്താവിന് സാക്ഷ്യം പറയാൻ കർത്താവ് നിങ്ങൾക്ക് ഇടവരുത്തി. ഹല്ലേലൂയ. അതേ മക്കളെ, നിന്റെ വീഴ്ചകളൊക്കെ കർത്താവിന് നിന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാ. നിന്റെ തകർച്ചകളൊക്കെ കർത്താവ് നിന്നെ പണിതുയർത്താൻ വേണ്ടിയാ. ഹല്ലേലൂയ. Provided you listen to the word of God. നീ കർത്താവിന്റെ വചനത്തെ ഉപയോഗിക്കുന്നു. നീ എത്ര തകർന്നവനായിക്കൊള്ളട്ടെ, നീ എത്ര വീണുപോയവനായിക്കൊള്ളട്ടെ, എത്ര വലിയ പാപം ചെയ്തവനായിക്കൊള്ളട്ടെ, നീ കർത്താവിന്റെ പാദാന്തികത്തിലേക്ക് മടങ്ങി വന്ന. ഹല്ലേലൂയ. ആ നൊമ്പരത്ത് ഇന്നൊരു മകളുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്തിട്ട് പറഞ്ഞു 4th സ്റ്റേജ് ക്യാൻസർ ആണ്. സർജറി കഴിഞ്ഞു. ഡോക്ടർമാർ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മകൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ സെപ്റ്റംബർ മാസം വീണ്ടും പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ, പെറ്റ് സ്കാൻ നടത്തി കഴിഞ്ഞപ്പോൾ അവളുടെ ശരീരത്തിൽ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു രോഗമില്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തണം, നിന്ന് കത്തണം തിരി പോലെ. നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കെട്ടുപോകരുത്. നിന്റെ വേദനയുടെ നിമിഷങ്ങളിൽ നീ മങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവൻ. ദൈവമക്കളെ, വിഷയം ഇതാണ്, മാനസാന്തരപ്പെടുക. മാനസാന്തരം എന്ന വാക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ വല്ലാതെ തെറ്റും. മാനസാന്തരം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർത്തത് എന്താ? പാപം.
ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സിൻ. മാനസാന്തരം എന്ന് പറയുന്നത് പാപവുമായിട്ടല്ല മക്കളെ. ഇറ്റ് ഈസ് അബൌട്ട് എ റിലേഷൻഷിപ്പ്, ഒരു ബന്ധത്തിന്റെ കാര്യമാ. നിനക്ക് നഷ്ടപ്പെട്ട മകന്റെ ഹൃദയം, നിനക്ക് നഷ്ടപ്പെട്ട മകളുടെ ഹൃദയം നീ സ്വന്തമാക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊരിക്കല് വ്യാഖ്യാനിച്ചപ്പോൾ നമ്മൾ ഈ വചനഭാഗം ഒരിക്കലും അന്നെന്ന് ഇപ്പം മനസ്സിലേക്ക് എനിക്ക് വരിക. അന്ന് വ്യാഖ്യാനിച്ചപ്പോൾ രണ്ട് വാക്ക്, ഈ ഗ്രീക്ക് ഭാഷയിൽ മെറ്റനോയിയ എന്നൊരു വാക്ക്, മെറ്റനോയിയ മാറ്റം, പൂർണ്ണമായ മാറ്റം. ഹീബ്രു ഭാഷയിൽ ഷൂബ് എന്നൊരു വാക്കാണ്. ഇതാ 90 തിരിഞ്ഞ് നേരെ തിരിയുന്ന ഒരു അനുഭവത്തിന്റെ പേരാ ഷൂബ്. ഹല്ലേലൂയ. അതേ മക്കളെ, ഇന്നലെ വരെ പിശാചിന്റെ പകരം ഇന്നലെ തിന്മയെ കീഴ്പ്പെടുത്തിയിരിക്കുകയായിരുന്നു. മക്കളെ അച്ഛന് വിഷമമുണ്ട് പറയാനൊക്കെ. എത്രയോ കുടുംബങ്ങളാ മക്കളെ തകരുന്നത്. കഴിഞ്ഞൊരു 3 മാസമായിട്ട് പത്രങ്ങളില്, മലയാള പത്രങ്ങളിൽ വരുന്ന വാർത്തകള്, മലയാളികൾ ചെയ്യുന്ന പ്രവൃത്തിയാ. എന്ത് പറ്റി? ആരെയും വിധിക്കണ്ട. Next is you and next is your family. അടുത്തത് നീയാണ്, അടുത്തത് നിന്റെ വീട്ടിലാണ്. അതേ മക്കളെ, പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുക, പിശാചു വല്ലാതെ കീഴ്പ്പെടുത്തുക മക്കളെ. ഈ മണ്ണിൽ ഇങ്ങനെ അമർത്തിച്ചവിട്ട് നിൽക്കാൻ നമ്മളെ പഠിപ്പിക്കുക. We like this world, we like the food here, we like the pleasure from the earth. അതേ മക്കളെ, ഈ ശാപ്പാടടിച്ച് ഈ ലോകത്തിന്റെ സുഖത്തിന് വേണ്ടിയല്ലേ ഞാൻ നിങ്ങളും അധ്വാനിക്കുന്നത്. ഇതിന്റെ രാജാവിന്റെ പേരാണ് പിശാച്. മരുഭൂമിയിലായിരുന്നു മക്കളെ പ്രവാചകന്റെ സ്വരം കേട്ടത്. മക്കളെ, ഒരുപാട് കർത്താവെങ്കിൽ നമ്മള് പിശാചിന്റെ അടിമകളായി തീർന്നിരിക്കുക. കള്ളപ്പണവും കൊള്ളപ്പണവും, അല്ലെ ബന്ധങ്ങളിലെ അവിശ്വസ്തതയും, ദാമ്പത്യ അവിശ്വസ്തതയും, അല്ലെങ്കിൽ എന്തൊക്കെ ഇല്ലാത്തത്. ഒരുപക്ഷെ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. ദൈവമക്കളെ, നിന്നെ കീഴ്പ്പെടുത്തുക. ഓർത്തോ, പിശാച് നീ ഒരു പാപം ചെയ്യുമ്പോൾ ഓർക്കണം പൈതലെ, ഞാനും നിങ്ങളും ഓർക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലോ, ഞാൻ നിന്നോട് സംസാരിക്കടിച്ചു നേരം. ഞാനൊരു പാപം ചെയ്യുമ്പോൾ ഓർത്തുള്ളുക, എന്നെ പിശാച് കീഴ്പ്പെടുത്തി. ഇന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വായിച്ചില്ലേ, പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ വന്നു. കൊല്ലുന്നവൻ പിശാച മക്കളെ, അവനെ പിശാച് കീഴ്പ്പെടുത്തിയിരിക്കുക നമ്മളെ ഇന്ന്. ഹല്ലേലൂയ. അവകളെ കുടുംബങ്ങളൊക്കെ we have to purify homes. വീടുകളെയൊക്കെ നമ്മൾ വിശുദ്ധീകരിക്കണം മക്കളെ. വീടുകളിൽ നിലവിളികൾ ഉയരണം. വീടുകളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് സ്വരം ഉയരണം. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നിന്റെ വീട് ഒരു ദേവാലയമായി മാറണം. നിന്റെ വീട്ടിൽ ആരാധന ഉണ്ടാവണം. നിന്റെ കുടുംബത്തിൽ ബലികൾ ഉണ്ടാവണം. നിന്റെ വീട്ടിൽ സ്തോത്രഗീതങ്ങൾ ഉണ്ടാവണം. ഹല്ലേലൂയ. ഇതില്ലെങ്കിൽ പിശാച് കീഴ്പ്പെടുത്തും മക്കളെ. ഇതില്ലെങ്കിൽ പിശാച് കീഴ്പ്പെടുത്തും. ഞാൻ നിങ്ങളോടല്ല പറയുന്നത്, ഞാൻ എന്നോടാ പറയണേ. ഒരു പുരോഹിതന്റെ ഹൃദയത്തിലും ജീവിതത്തിലും സ്തോത്രഗീതം ഉണ്ടാവണം. ഒരു പുരോഹിതന്റെ ഹൃദയത്തിലും ജീവിതത്തിലും ബലികൾ ഉണ്ടാവണം. ഒരു പുരോഹിതത്തിന്റെ ഹൃദയത്തിലും ജീവിതത്തിലും നിലവിളികൾ ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ മക്കളെ, ആബാപിതാവ് സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോ എനിക്ക് ക്രിസ്തുവിന്റെ മുഖമുണ്ടാവണം. എനിക്ക് ക്രിസ്തുവിന്റെ മുഖമുണ്ടോ? ദൈവവേദന അതാ ഇവിടുത്തെ വിഷയം. മകനെന്ന് പറഞ്ഞാൽ ക്രിസ്തുവാ. സ്വർഗത്തിന്റെ ഉടമയായ മകനെന്ന് പറയുന്ന ക്രിസ്തുവാ. ഹല്ലേലൂയ. ഒരു ഹൈന്ദവ കൊച്ചു പ്രാർത്ഥിച്ചത്രേ, ഒരു ഹൈന്ദവ കൊച്ചിന്ന് പ്രാർത്ഥിച്ചത്രേ, അവക്ക് ഉണ്ണീശോയെ പോലത്തെ ഒരു കൊച്ചിനെ വേണം. എന്റെ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി why can't you pray that I may be like Jesus, I may liken to Jesus? ഞാൻ ഈശോയെ പോലെ ഇരിക്കണമെന്ന് എന്താ നീ പ്രാർത്ഥിക്കാത്തേ? ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവചനം, അവന്റെ മുറിവുകൾ എന്റെ ശരീരത്തിൽ ഞാൻ പേർന്നു. You should have a likeness to Jesus. ഹല്ലേലൂയ. ഈശോയെ പോലെ ആവാതെ, ഈശോയുടെ ഛായ ഇല്ലാതെ നിനക്ക് മകനാകാൻ പറ്റില്ല, നിനക്ക് മകളാകാൻ പറ്റില്ല. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുവൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പൂവത്തിന്റെ വീട്ടിലോട്ട് കയറണമെങ്കിൽ പൂവത്തിന്റെ വീട്ടിലെ മോനാണ്. വെളിയിൽ നിന്ന് വാതൊക്കെ മുട്ടിക്കൊണ്ടിരിക്കും.
സ്വർഗരാജ്യത്തിൽ കയറണമെങ്കിൽ സ്വർഗരാജ്യത്തിന് മോനാണ്. ഇതെന്റെ വീടാ. ചുമ്മാ ഓടിക്കേറി പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയ്ക്ക് ഉറപ്പുണ്ടോ മക്കൾ? സ്വർഗരാജ്യം ചെയ്യുന്ന വാതിൽ തുറന്ന് വീട്ടിൽ കയറാന്ന്. ഒന്നെങ്കിൽ എന്റെ അപ്പം പണിത വീടായിരിക്കണം ഞാൻ കയറി പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പണിത വീടായിരിക്കണം. ഇതല്ലാത്തൊരു വീട്ടിലോട്ട് എനിക്ക് കയറാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് സ്വർഗരാജ്യവുമായിട്ട് ഈ ഒരു അടുപ്പമുണ്ടോ? ഹല്ലേലൂയ. മക്കളെ അപ്പോഴേ സ്വർഗം ഉണ്ടാകത്തുള്ളൂ മക്കളെ. നീ ഒരു ദൈവ കുഞ്ഞായിട്ട് മാറുമ്പോഴാ സ്വർഗം നിന്റെ സ്വന്തമാവുന്നത്. റോമാലേഖനത്തില് അപ്പോസ്തലൻ പറയുന്നുണ്ട്, 7-ാം അധ്യായത്തില് ഇതാ പറയുക, 17-ാം വാക്യം, 8-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. നമ്മൾ അവകാശികളാ. നീ ഒരു കുഞ്ഞായി മാറുമ്പോ നീ സ്വർഗത്തിന്റെ അവകാശിയായി മാറുക. ഹല്ലേലൂയ. അവളെ ഈ ഒരു ബന്ധം വേണം. നീ കൂളായിട്ട് ജീവിച്ചോ. നിനക്ക് കൂളായിട്ട് ജീവിക്കാം. ഒന്നിനെ പറ്റി ഭയപ്പെടണ്ട. ഈ ദൈവം നിന്റെ സ്വന്തമാകുമ്പോ, ഈ ദൈവത്തോട് നിനക്കൊരു അടുപ്പം ഉണ്ടാകുമ്പോ, ഹല്ലേലൂയ. എന്നൊരു മകള് വീണ്ടും എന്ന് ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞ പോലെ ഹൈന്ദവ കുഞ്ഞാ ഇന്ന് അച്ഛനെ ഒരു കാര്യം പഠിപ്പിച്ചു പോയി. ഇത്രയും ധ്യാനം നടത്തുന്ന അച്ഛൻ ഇന്ന് പുതുതായിട്ടൊരു കാര്യം പഠിച്ചു. അവളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ, അവളുടെ സഹോദരിയുടെ കുഞ്ഞിനൊരു രോഗപീഠ വന്നപ്പോൾ, ഇവള് രാത്രി 10 മണി മുതൽ 12 മണി വരെ, അവരുടെ സഹോദരിക്ക് 10 മണി മുതൽ 12 മണി വരെ അവൾ ബുക്ക് എടുത്ത് വെച്ച് ഹല്ലേലൂയ എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ ഹല്ലേലൂയ ഒത്തിരി, ഞാൻ ഇതുവരെ ബുക്ക് എടുത്ത് ഹല്ലേലൂയ എഴുതിയില്ല. 2 മണിക്കൂർ നേരം 1000-ലധികം തവണ ഹല്ലേലൂയ എഴുതി കഴിഞ്ഞപ്പോ അവളുടെ സഹോദരിയുടെ രോഗപീഠ സുഖപ്പെട്ടു. ഇതല്ലേ നോക്കിക്കേ, നിനക്കൊരു ബന്ധമുണ്ട്. ആ കൊച്ചിനെ ആരാ പഠിപ്പിച്ചത്? പറഞ്ഞു തന്നു. വെല്ലുവിളിക്കാൻ ഞാൻ കുരിശന്റെ കാണാപ്പാടം ചൊല്ലാൻ പറ്റുന്നതിന് എത്ര പേരുണ്ട് ഇവിടെ? പോട്ടെ, ജപമാല മുഴുവൻ ആ കൊച്ചു പറയുക, ആ എന്റെ പ്രാർത്ഥന എന്ന് പേരുള്ള ആ ചെറിയ പ്രാർത്ഥന പുസ്തകം മുഴുവൻ അവൾക്ക് ബൈഹാർട്ടാ. കൈയടിച്ച് കർത്താവിന്റെ മർദ്ദം കൊടുത്തൊരു മക്കളെ. ആ കൊച്ചു വീണ്ടും പറഞ്ഞു, ബൈബിളിലെ ഒരുപാട് വാക്യങ്ങൾ ഞാൻ മനഃപ്പാഠമാക്കിയിരിക്കുക. പറ്റുമെങ്കിൽ തുടങ്ങിക്കും മക്കളെ. സങ്കീർത്തനങ്ങൾ കാണാപ്പാടം പഠിക്കാം. 1 എന്ന് പറഞ്ഞ് തുടങ്ങ്. മരിക്കുമ്പോഴാകട്ടെ, തീരട്ടെ. സങ്കീർത്തനം 1 എന്ന് പറഞ്ഞ് തുടങ്ങും. ഞാനും തുടങ്ങാൻ പോവാ, നിങ്ങൾ തുടങ്ങ്. സങ്കീർത്തനങ്ങൾ ബൈഹാർട്ട് പഠിക്കും മക്കളെ. ജീവിതത്തിന്റെ ദുരന്തങ്ങളിൽ ഈ സങ്കീർത്തനങ്ങൾ ഒറ്റത്തിൽ ചൊല്ലുമ്പോൾ നിന്റെ ജീവിതത്തിൽ അഭിഷേകം പകരും. ഹല്ലേലൂയ. Then the heaven will be so close. Then God will be so close. Then Abba Father will be so. നിനക്ക് ദൈവം അടുത്തായിരിക്കും മക്കളെ. ഒരുപാട് ദൂരെ കിടന്നിട്ട് സ്വർഗം അടുത്ത് വേണമെന്ന് അവകാശപ്പെടല്ലേ. ഒരുപാട് ദൂരം നിന്നിട്ട് ദൈവത്തെ അടുത്ത് വേണമെന്ന് അവകാശപ്പെടല്ലേ. കം ക്ലോസ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ. അടുക്കോ വരണം മക്കളെ. ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോ നിനക്ക് കർത്താവിനോട് ഒരു അടുപ്പം തോന്നട്ടെ. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗരാജ്യം സമീപിച്ചു. Heaven is so close. അടുത്ത വാക്യം, ഇവനെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ സ്വരം. ഹല്ലേലൂയ. അവളെ you will hear God talking to you. വെറുതെ പറയുന്നൊരു കാര്യമല്ല മക്കളെ. ദൈവം നിന്റെ വിഷമതകളിൽ ചെവി പറയും. ദൈവം നിന്നോട് സംസാരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ എന്തൊരു മകൾ ഇവിടെ പറയുന്നത് കേട്ടോ. അവള് വീട്ടിലിരിക്കുമ്പോൾ ഈ ചൊവ്വാഴ്ച ശുശ്രൂഷകൾ അവള് കേൾക്കാറുണ്ടെന്ന്. അവളുടെ വീട്ടില് ഈ ചൊവ്വാഴ്ച ശുശ്രൂഷകൾ അവൾ കേൾക്കാറുണ്ടെന്ന്. ഹല്ലേലൂയ. ഞാൻ ഓർക്കണം, ഞാൻ വിശ്വസിക്കുന്നു അത്. അത് കഴിഞ്ഞ ഒരു ദിവസം ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കേൾക്കുന്നത് ഒരു കൺവെൻഷന്റെ വലിയ ആരവമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്നത്. ഞാനിപ്പോൾ എനിക്ക് തോന്നി ഇത് സ്വപ്നം കാണുവാണ്. ഇത് എന്നെ പറ്റുന്ന ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു അനുഭവമാണ്. കുവൈറ്റ് കൺവെൻഷൻ കഴിഞ്ഞു. ആ കുവൈറ്റ് കൺവെൻഷന്റെ ഒരു ആരാധനയുടെ അനുഭവം മുഴുവൻ ഞാൻ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കും. എനിക്ക് കർത്താവ് തരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ മക്കള്, നിങ്ങളുടെ ചുറ്റും ഈ ആരാധന നിൽക്കും. കോട്ടയത്ത് അന്തോണീസ് പുണ്യാളച്ചന്റെ പള്ളിയിൽ നടക്കുന്ന ആരാധന ചൊവ്വാഴ്ച നടക്കുന്ന ആരാധനയായിട്ടല്ല. നിന്റെ സങ്കടത്തിലും നിന്റെ വേദനയിലും നിന്റെ ദുഃഖത്തിലും നിന്റെ ചുറ്റി നിൽക്കുന്ന ഒരാരാധനയായി ഈ ആരാധന മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു തോന്നുന്നു, കഴിഞ്ഞ മുമ്പിലത്തെ ശനിയാഴ്ച നമ്മുടെ ഈ ശുശ്രൂഷ ശാലോം ടെലിവിഷനിൽ കൂടെ വന്നു. ഇന്നലെ എൻ്റെ ഫോണിൽ 44 കോള് കിടക്കുന്നു. ഒറ്റയാൾ വിളിച്ചിരിക്കുക. ഞാൻ ഫോൺ എടുക്കത്തില്ല കേട്ടോ, എല്ലാവരോടും പറഞ്ഞ ഫോൺ എടുക്കത്തില്ല. 44 തവണ കണ്ടപ്പോൾ അച്ഛൻ എടുത്ത് വർത്താനം പറയത്തില്ല. പള്ളിയിലെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് എത്തിക്കൊള്ളൂ, അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിൽ പേടിക്കണ്ട. 44 തവണ വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്തു. ഈ കൊച്ചു വിളിക്കുന്നത് UK നിന്നാണ്. അവളുടെ പേരും ഒക്കെ പറഞ്ഞു, സ്ഥലം മാത്രമേ ഞാൻ പറഞ്ഞേക്കാം. കല്ലറ, ഞാൻ ഓർക്കുന്നു, കല്ലറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവള് എത്രയോ വർഷം 10-17 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് പോയതാണ്, അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തതാണ്. ഒരു വല്ലാത്ത പ്രതിസന്ധി. അവൾ ഇത് കേൾക്കുന്നുണ്ടെന്ന് കേൾക്കാം, കാരണം ഇത് ശാലോം ടെലിവിഷൻ വരുന്ന ശുശ്രൂഷയാണ്. അവള് വല്ലാത്ത തകർച്ചയിലൂടെ, വല്ലാത്ത ദുരന്തത്തിലൂടെ, വല്ലാത്ത ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ശുശ്രൂഷ വരുന്നത്. അവള് പറയാ, അവളുടെ ദേഹത്ത് വെള്ളം തെളിച്ച പോലെ അനുഭവം. അവൾ പെട്ടെന്ന് ഉണർന്നു. അവൾക്ക് തോന്നി ഈ പ്രശ്നങ്ങളൊക്കെ വെറും നിസ്സാരമാണ്, എന്റെ ദൈവത്തിന് ഇക്കാര്യത്തിൽ ഇടപെടാൻ പറ്റും, എന്റെ ദൈവം എന്റെ രക്ഷ. അവളുടെ ടോട്ടൽ ആറ്റിറ്റ്യൂഡ് വാസ് ഡിഫറെന്റ്. ഹല്ലേലൂയ. ഒരു മാസം മുമ്പ് റെക്കോർഡ് ചെയ്തൊരു ശുശ്രൂഷയായത്, പക്ഷെ ഒരു മാസത്തിന് ശേഷം ആ മകളുടെ മുറിയിൽ അവൾ വേദനിച്ചിരുന്നപ്പോ ഈ ശുശ്രൂഷ കണ്ടപ്പോൾ അത് അവൾക്ക് ജീവൻ കൊടുത്തത്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം കാത്ത് എന്തൊക്കെയാ വെച്ചിരിക്കുന്നത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവൻ. പരിശുദ്ധാത്മാവ് ഇന്ന് പറഞ്ഞു തരുന്നൊരു കാര്യം ഇതാ പൈതല്. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, ഞാൻ എൻ്റെ കാര്യം പറയാൻ പോവാ. ഒരു പുരോഹിതൻ എന്ന നിലയിൽ കർത്താവിന്റെ വഴിയൊരുക്കുവൻ. എൻ്റെ വെളിയിലല്ല, എൻ്റെ ചങ്കില്, എൻ്റെ ഉള്ളില്. യു ഷുഡ് ബി ഡിഫറൻറ്റ്. എല്ലാവരും സൂചിച്ചാൽ നിനക്ക് കൃപയില്ല. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനാ രീതി നിനക്കുണ്ടാവണം. പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ദൈവാനുഭവം നിനക്കുണ്ടാവണം. അല്ലെങ്കിൽ ചോദിച്ചോ തരും. ഉണ്ട്, എനിക്കറിയാം, എന്റെ പൊന്നുമക്കൊക്കെ ഉണ്ട് ഇത്. എനിക്കറിയാം, ഈ മക്കൾക്കൊക്കെ ഓരോ രീതികളുണ്ട്, ആരോട് പങ്കുവെക്കാത്ത രീതികൾ. ഞാൻ പലപ്പോഴും എന്റെ ദൈവാനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കാറുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചുണ്ടാവും. ഹല്ലേലൂയ. You should have a different. കുവൈറ്റിൽ കൺവെൻഷന് പോയി, അവരിത് കേൾക്കുന്നുണ്ട്, അപ്പോൾ അവരെ പറ്റി പറയാം. കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് പോവുക, കൺവെൻഷന് വേണ്ടി പോവുക. അപ്പോൾ കുറച്ച് സമയമുണ്ട്, ഞാനൊന്ന് വന്ന് കിടന്നേക്കാമെന്ന് വിചാരിച്ചു. കൊന്തയൊല്ലണമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, നല്ല ക്ഷീണം, ഭയങ്കര ക്ഷീണം ശരീരത്തിൽ തോന്നുക, കൊന്തയൊല്ലാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ കടന്ന് കൊന്തയൊല്ലാൻ പോവാന്ന് പറഞ്ഞു. കർത്താവ് മിണ്ടിയില്ല. ഞാൻ കയറി കിടന്ന് കൊന്തയൊക്കെ പിടിച്ച് ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേക്കാൻ ഞാൻ എഴുന്നേറ്റു. മുട്ടുകുത്താൻ പറഞ്ഞു, മുട്ടുകുത്തി. കൈവക്കാൻ പറഞ്ഞു, കൈവക്കി. എൻ്റെ ജീവിതത്തിൽ അതുപോലത്തെ ഒരു ജപമാലയും ചൊല്ലി, ഏങ്ങലടിച്ച് നിലവിളിച്ച് ആ ഒരു ജപമാലയും ചൊല്ലി തീർത്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന പ്രാർത്ഥനാ രീതി. You should listen to the Holy Spirit. ദൈവമക്കളെ, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ദൈവാനുഭവങ്ങളിലേക്ക്, ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത ദൈവാഭിഷേകങ്ങളിലേക്ക് നിനക്ക് കടന്നു പോകണമെങ്കിൽ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് ചോദിക്കണ, കർത്താവ് ഞാൻ എങ്ങനെ ഒരുങ്ങണ്ടേ? He will tell you. ഉറപ്പാ മക്കളെ, അച്ഛന് He will tell you how to prepare for the mass. എന്ന് കയറുന്ന സ്കൂട്ടറെ കയറിക്കൊണ്ട് ഓടി വന്നു കഴിഞ്ഞാൽ കുർബാനയാവത്തില്ല പൈതലേ. ചില ദിവസം നീ നടക്കേണ്ടി വരും വീട്ടിൽ നിന്ന് ഇവിടം വരാൻ. ചില ദിവസം വീട്ടിൽ നിന്ന് നടക്കേണ്ടി വരും. നീ തലേ ദിവസം ചോദിക്കുന്നെങ്കിൽ ചിലപ്പം പറയും, വെള്ളം പോലും കുടിച്ചു പോയേക്കല്ലെന്ന്. പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശത്തില് നീ ഒരു കാര്യം ചെയ്യുമ്പോ നിന്റെ ജീവിതത്തിൽ ഒരു ആത്മീയ അഭിഷേകം ഉണ്ടാകും. ഹല്ലേലൂയ. അല്ല, വഴി കയറുന്ന ബസ് കയറി ടിക്കറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും അഭിഷേകം ഉണ്ടാവില്ല മക്കളെ. ആസ്ക് ദ ഹോളി സ്പിരിറ്റ്. എനിക്ക് അനേകം മക്കൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നത്, രാത്രിയാവാതെ സൂര്യൻ അസ്തമിക്കാതെ ഒരു തുള്ളി വെള്ളം കുടിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ഒരു വഴിയൊരു നിന്റെ കുടുംബത്തിലേക്ക് അവന് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു വീടായിട്ട് നിന്റെ വീട് തീരണം. നിന്റെ കുടുംബത്തിലെ പ്രാർത്ഥന, നിന്റെ കുടുംബത്തിലെ രീതികൾ, it should be attractive. ആലോചിക്കുക മക്കളെ, നിന്റെ പൗരോഹിത്യം, നീ കുർബാന ചൊല്ലിയ കർത്താവിന് വരാതിരിക്കാൻ പറ്റില്ല. നീ പറയുന്ന കേട്ടായിരുന്നല്ലോ, നീതിമാൻ ആരാ? നീതിമാൻ വിശുദ്ധൻ.
നീതിമാന്റെ നിലവിളി കർത്താവ് ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞല്ലേ? ആരാ നീതിമാൻ? ദൈവത്തിന്റെ ഇഷ്ടം കേൾക്കുന്നവൻ, ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് നടക്കുന്നവൻ. And he is the just man. നീതിമാന്റെ നിലവിളി കർത്തും മേഘങ്ങളെ തുളച്ച് സ്വർഗത്തിലെത്തുന്ന മകനെ. നിന്റെ അടുത്തെത്തുന്നവന് ക്രിസ്തുവിന്റെ സ്പർശനം കിട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ പാതകൾ നേരിയാക്കുവിൻ. യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം. His dress was different. ഒരു വിശ്വാസിയുടെ, അതേ മക്കളെ, തിരുവചനം യെശയ്യാ വചനത്തില് പ്രവാചകൻ പറയുന്നൊരു വചനം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതാ ഇതാ നിന്റെ തളർന്ന മേലങ്കിക്ക് പകരം സ്തുതിയുടെ, തളർന്ന മേലങ്കിക്ക് പകരം സ്തുതിയുടെ മേലങ്കി, തളർന്ന വസ്ത്രങ്ങൾ, തളർച്ചയാ, ദുഃഖവാ, ദുരിത. യു ഷുഡ് വെയർ the clothes of glorification. മഹത്വത്തിന്റെ വസ്ത്രം ധരിക്കണം മക്കളെ. അച്ഛൻ എന്ത് രോഗം ഉണ്ടെങ്കിലും അച്ഛനീ സ്റ്റോൾ വിട്ട്, ഇത് ക്രിസ്തുവാ. പുരോഹിതനിടുന്ന ഈ ഉത്തരീയം, ഈ സ്റ്റോള്, അത് ക്രിസ്തുവിന്റെ പ്രതീകമാണ്. It makes me a different person. ദൈവങ്ങളെ, ഇതുപോലെ കൃപയുടെ വസ്ത്രം നീ ധരിക്കണം. കൃപയുടെ വസ്ത്രം നീ ധരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ കർത്താവ് പഴയ നിയമത്തില്, ഉൽപ്പത്തി പുസ്തകത്തില് വസ്ത്രമില്ലാതെ നിൽക്കുന്ന ആദത്തിന്റെയും ഹവ്വായുടെയും അടുക്കല് വസ്ത്രം തയ്ച്ചു ചെല്ലുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ദൈവമക്കളെ, ദൈവം തരുന്ന വസ്ത്രം വേണം. സ്തുതിയുടെ മേലങ്കി നീ ധരിക്കണം. അഭിഷേകത്തിന്റെ വസ്ത്രം പുരോഹിതൻ ധരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നാപകനെ വ്യത്യസ്തനാക്കിയത് അവന്റെ വസ്ത്രങ്ങളാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഒരു വിശ്വാസി കൃപയുടെ വസ്ത്രങ്ങൾ ധരിക്കണം. അരയിൽ തോൽവാറ്, അരയില് കെട്ടുകെട്ടുന്നത് ഒരു യാത്രയ്ക്കുള്ള ഒരുക്കമാണ്. യുദ്ധത്തിന് പോകുന്നവൻ അരയെ കെട്ടുകെട്ടും, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോകുന്നവൻ അരയിൽ കെട്ടുകെട്ടും. ദൈവമക്കളെ, ഒരു പുതിയ യാത്രയ്ക്കുള്ള ഒരുക്കം ദൈവമക്കൾക്ക് ഉണ്ടാവണമെന്ന്, നീ അരമുറുക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. എന്തേ ഇത്? കാട്ടുതേൻ. ദൈവമക്കളെ, ബൈബിൾ വായിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്ന് ഈ തേൻ എന്നുള്ള വാക്ക് വരുന്നത് അത് ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട വെളിപാടിന്റെ പുസ്തകത്തിലുണ്ട്. തേൻ പോലെ മധുരിച്ചുവെന്ന് എസെക്കിയേലിന്റെ പ്രവചനത്തിലുണ്ട്. തേൻ പോലെ മധുരിക്കുന്ന കർത്താവിന് സ്നാപക യോഹന്നാന്റെ ഭക്ഷണം ദൈവവചനമായിരുന്നു. കാട്ടുതേനും വെട്ടുക്കിളികളും. അന്ന് ജനത്തിന് മരുഭൂമിയിൽ വിശന്നപ്പോൾ കർത്താവ് ആകാശത്തുനിന്ന് കാട്ടുപക്ഷികളെ കൊടുത്തെന്ന്. ദൈവ പൈതലേ, ഒരു വിശ്വാസിയുടെ ജീവിതം ഒരു പുറപ്പാട് ജീവിതമാ. You should begin each day a new exodus. ഒരു പുതിയ യാത്ര. മക്കളെ, അച്ഛൻ രാവിലെ എഴുന്നേൽക്കുമ്പോ ഇന്നലത്തെ ജീവിതം നയിക്കാൻ വേണ്ടി എഴുന്നേക്കല്ല. അച്ഛൻ ഇന്ന് ഒരു പുതിയ യാത്രയ്ക്കാണ്. ഈ ചൊവ്വാഴ്ച ഉണരുമ്പോ ഒരു പുതിയ കൃപയിലേക്ക് വേണം ഉണരാനായിട്ട്. ഹല്ലേലൂയ, ഒരു പുതിയ പുറപ്പാട്. ഈ ശുശ്രൂഷ കഴിഞ്ഞ് ദൈവ പൈതല്, നീ ഒരു പുതിയ യാത്രയിലാണെന്ന് തിരിച്ചറിയുക. ഈ കൂടാരത്തിൽ നിന്ന് നീ ചുവട് വെക്കേണ്ടത് സ്വർഗ്ഗരാജ്യത്തിന്റെ ഉമ്മറപ്പടിയിലേക്കായിരിക്കണം. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നീ പങ്കെടുത്ത് കഴിയുമ്പോ നിനക്ക് കർത്താവ് തരുന്ന ഒരു പുത്തൻ അഭിഷേകത്തോടെ ഒരു പുതിയ യാത്ര നീ ആരംഭിക്കണം. ഇതുവരെ ദുഃഖിച്ചിരുന്ന വ്യക്തിയാ നീ, തളർന്നിരുന്ന വ്യക്തിയാ നീ, ഒറ്റപ്പെട്ടു പോയ വ്യക്തിയാ നീ, നിരാശപ്പെട്ടിരുന്ന വ്യക്തിയാ നീ. ഇപ്പൊ നീ സ്വീകരിക്കണം ഒരു പുത്തൻ അഭിഷേകം. സ്വീകരിച്ച് ഇനി നിന്റെ ചുവടുവെപ്പുകൾക്ക്, നിന്റെ മുഖഭാവങ്ങൾക്ക്, നിന്റെ രീതികൾക്ക് വ്യത്യാസം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ജെറൂസലേമിലും യൂദയ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ള ജനം അവന്റെ അടുത്തെത്തി. ദൈവമക്കളെ, ദൈവവചനത്തിന് അടുക്കലേക്ക് ദൈവമക്കളെത്തണം. ജോർദാന്റെ അടുക്കലേക്ക് ദൈവമക്കളെത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഒരു വാവിട്ട് നിലവിളിക്കണം. മക്കളെ, കർത്താവേ, പാപിയാ. നിന്റെ പ്രാർത്ഥനകളൊക്കെ ഈ നിലവിളിയോടെ തുടങ്ങണം. ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്നു.
ജോഷുവയുടെ നേതൃത്വത്തിൽ ജോർദാൻ നദി കടന്നു. ദൈവ പൈതലെ, വാഗ്ദത്ത ദേശത്തേക്ക്, അനുഗ്രഹത്തിലെ നാട്ടിലേക്ക്, കൃപയുടെ ദേശത്തേക്ക് എത്തണമെങ്കിൽ നീ കടക്കേണ്ട ഒരു ജോർദാൻ ഉണ്ടെന്ന്. ഹല്ലേലൂയ. നീ കർത്താവിന്റെ കരുണ കടലിലൂടെ കടക്കാതെ, കർത്താവിന്റെ ചങ്കിലെ ചോരയിലൂടെ, വെള്ളത്തിലൂടെ കടന്നു പോകാതെ നിനക്ക് വാഗ്ദത്ത ദേശത്തെത്താൻ പറ്റില്ല. അവിടെ അവൻ സ്നാനം സ്വീകരിച്ചു. ദൈവമക്കളെ, നിന്നെ ഒരു മകനാക്കി മാറ്റുന്ന കൂദാശയാണ് ജ്ഞാനസ്നാനം. നീ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നിന്റെ കാതുകളെ തുറക്കുന്ന, ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ നിന്റെ അധരങ്ങളെ തുറക്കുന്ന, ദൈവ കാഴ്ചകൾ കാണാൻ നിന്റെ കണ്ണുകളെ തുറക്കുന്ന ഒരു വിശുദ്ധ ജ്ഞാനസ്നാനത്തിന് വേണ്ടി ദൈവമക്കളെ എഴുന്നേറ്റ് ഇരു കരങ്ങൾ ഉയർത്തിക്ക്, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യേശുവേ, യേശുവേ, യേശുവേ. കരകളടിച്ച്, കൈയടിച്ച്. സർവശക്തനായ ദൈവമേ, ദൈവമേ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നു. കൂപ്പ് കൈക്കുരുന്നുമായി കാൽക്കൽ വന്നു കാത്തിടുന്നു നിന്റെ ഈ പൊന്നു മക്കളെ ഒന്ന് തൊടണമേ, ഒരു പുത്തൻ അഭിഷേകം കൊടുക്കണമേ. ഈശോ, ഞങ്ങളുടെ പാപങ്ങളൊന്ന് കഴുകിക്കളയണേ, ഞങ്ങളെ വിശുദ്ധരാക്കണേ കർത്താവ്. നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോൾ എൻ പ്രവൃത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ ശക്തനായ ദൈവമേ, കൈവണങ്ങിടും നന്മയേ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രമിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ സായാഹ്നം മുതൽ ഈ സമയം വരെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന മക്കള്, ഇന്ന് പാതിരാവോളം കടന്നു വരാനിരിക്കുന്ന മക്കള്, ഏകദേശം 2 ലക്ഷത്തിലധികം മക്കള് പൊന്നു കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരുപാട് വിഷമിക്കുന്നവര്, വേദനിക്കുന്നവര്, രോഗപീഠകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവര്, രോഗികളായിട്ടുള്ള മക്കള്, പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കള്, മാരക രോഗങ്ങളും രോഗങ്ങളുള്ളവര്, ഐസിയിലും വെന്റിലേറ്ററും ഒക്കെ ആയിരിക്കുന്നവര്, ക്യാൻസർ രോഗങ്ങള്, മാനസിക രോഗങ്ങൾ, പിക്സ് രോഗങ്ങള്, കൊച്ചുകുഞ്ഞുങ്ങളുടെ രോഗപീഠകള്, സ്ത്രീ സംബന്ധ രോഗങ്ങള്, പുരുഷ സംബന്ധ രോഗങ്ങള്, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകള്, മരണകരമായ അവസ്ഥകള്, കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്, ഡൗൺ സിൻഡ്രോം, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുമക്കള്, സ്ത്രീ സംബന്ധ രോഗങ്ങള്, പുരുഷ സംബന്ധ രോഗങ്ങള്, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകള്, മരണകരമായ അവസ്ഥകള്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, പരീക്ഷകൾ എഴുതുന്നവര്, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവര്, വീട് വിട്ടുപോയി ജയിലുകളിൽ കഴിയുന്നവര്, മദ്യത്തിനും മയക്കുമരുന്ന് അടിപ്പെട്ട് കഴിയുന്നവര്, പലതരത്തിൽ ബന്ധനങ്ങളിലായിരിക്കുന്നവര്, തകർച്ചകളിലായിരിക്കുന്നവര്, വലിയ ദുരിതങ്ങളുടെ, നിരാശയുടെ, ദുഃഖത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നവര്, സൈക്കാട്രിക് മെഡിസിൻസ് എടുക്കുന്ന മക്കള്, സാമ്പത്തിക തകർച്ചകളിലൂടെ കടന്നു പോകുന്നവര്, വിശുദ്ധരായ തീഷ്ണതയുള്ള ധാരാളം വൈദികരെ, സന്യസ്തരെ തരണേ, വിശുദ്ധിയുള്ള ധാരാളം ദൈവവിളികൾ തരണേ, തീഷ്ണതയുള്ള ധാരാളം ആത്മായ പ്രേക്ഷകരെ തരണേ. കർത്താവിന്റെ ആൾത്താരിൽ എഴുതി സമർപ്പിച്ച നിയോഗങ്ങള്, ഇമെയിലൂടെ, വെബ്സൈറ്റിലൂടെ, ടെലിഫോണിലൂടെ വന്ന നിയോഗങ്ങള്, ഈ സമയത്ത് നീങ്ങുന്ന മനസ്സോടെ ദൈവമക്കൾ സമർപ്പിക്കുന്ന നിയോഗങ്ങള്, എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് കരുണയുടെ നാഥനെ ഒന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ.
പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ, അങ്ങേഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങയെ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയുടെ മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആ ദിവ്യോണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ. കരുണയുടെ നാഥന്റെ തിരുമുഖത്തേക്ക് മക്കളൊന്ന് നോക്കിക്ക്. അവൻ നിന്റെ കരുണയോട് നോക്കുക. സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് തുറന്നു തരികയാ. അതാ സ്വർഗത്തിന്റെ സ്വർഗീയ പൈതലാക്കി നീ മാറുകയാ. അവിടുന്ന് സ്വർഗത്തിന്റെ ഒരു കൃപ നിന്നിലേക്ക് തരികയാ. ഇതാ നിനക്കൊരു പുതിയ ഹൃദയം തരികയാ, ഒരു പുതിയ ചൈതന്യം തരികയാ. യേശുവേ, യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിക്കാമോ? ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളിയുടെ മുഖം കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, സഹോദര മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, യേശുവേ, യേശുവേ. അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു 10 പേർക്ക് വേണ്ടി. ഒരുപാട് വേദന, ഒരുപാട് ദുഃഖം, ഒരുപാട് തകർച്ചകളായ യേശുവേ, യേശുവേ, യേശുവേ. ദേവാലയത്തിനകത്തും പുറത്തും ബസ് സ്റ്റാൻഡിലും വാഹനക്കുള്ളിലും കടകളുടെ മുമ്പിലും ഒക്കെ നിൽക്കുന്നവര്, വിദേശ രാജ്യങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും ഇരുന്ന് നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവര്, ഭവനങ്ങളിലും ആശുപത്രിയിലും രോഗക്കിടങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവര്, ഒരുപാട് വിഷമിക്കുന്നവര്, വേദനിക്കുന്നവര്, ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച യേശുവേ, യേശുവേ, യേശുവേ. ലഭിച്ചു തരണമേ എന്ന സകല വരപ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരനോട് തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനഃശരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ പരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനിന്നും കൃതജ്ഞതാപൂർവ്വം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം അരുളുന്ന വിശുദ്ധ അന്തോനീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ,
ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവർത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവ്വം ശ്രമിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പകലണയുന്നു. ഞങ്ങളിൽ കനിയണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. അത്ഭുത പ്രവർത്തകൻ എന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾ എന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്നകന്ന് അങ്ങേ വിശുദ്ധ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വൈദികർ ഒന്ന് ചേർന്ന് ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ മക്കൾ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനിടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ ഒരു കൃപ നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു. ഒരഭിഷേകം നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു. ഒരനുഗ്രഹം നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു. ദിവ്യ കാരുണ്യനാഥൻ ഇതാ എഴുന്നള്ളി വരുന്നു. യേശുവിൻ നാമം കൈകൾ കൊട്ടി യേശുവിൻ നാമം കൈകൾ കൊട്ടി കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിലവിളിച്ച് ബാധിച്ച മകളെ ഈശോയെ
ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള മക്കള് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വാൽവ് സംബന്ധമായ രോഗങ്ങള് 27 പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള്, വലിവിന്റെ രോഗപീഠകള്, ഇൻഹേലർ ഉപയോഗിക്കുന്ന അവസ്ഥകള്, കൊച്ചു കുഞ്ഞുങ്ങള്, ബ്രീത്തിങ് ട്രബിൾ ഉള്ള കുഞ്ഞുങ്ങള്, ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമായിരിക്കുന്ന മക്കള്, ഈശോ കർത്താവ് 30-ലധികം മക്കൾക്ക് സൗഖ്യം കൊടുക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിട്ടുമാറാത്ത തലവേദന, മൈഗ്രെയിന്റെ അസ്വസ്ഥതകള്, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങള്, ബ്രെയിൻ സർജറികൾ വേണ്ടവര്, ഹെമറേജസ് വന്നിട്ടുള്ള മക്കള്, സ്ട്രോക്കുകൾ വന്നിട്ടുള്ള മക്കള്, 40-ലധികം മക്കൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഷീല എന്ന പേരുള്ളൊരു മകളെ ഈശോ ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തോമസ് എന്ന പേരുള്ളൊരു മകനെ ഈശോ ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോയി എന്ന പേരുള്ളൊരു മകനെ ഈശോ ഈ സമയത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷൈനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മിനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സന്ദീപിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജീവനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. രാജേഷിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കെവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷീബായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ടോണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എബിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അലീനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അജിത്തിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബിനോയിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തൈറോയ്ഡ് രോഗപീഠകള്, തൊണ്ടയിലെ മുഴയുള്ള മക്കള്, തൊണ്ട സംബന്ധമായിട്ട് രോഗപീഠകളുള്ള 14 പേർക്ക് സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കിഡ്നി സംബന്ധ രോഗങ്ങള്, യൂറിനറി സംബന്ധ രോഗങ്ങള്, യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന മക്കള്, കിഡ്നി സംബന്ധമായിട്ട് മാരക അവസ്ഥകളിലൊക്കെ ആയിരിക്കുന്ന മക്കള് ഈശോ കർത്താവ് ഏതാനും പേരെ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 18ഓളം മക്കള് ഡയാലിസിസിന് വിധേയരാകുന്ന മക്കളുണ്ട്. ഡയാലിസിന് വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥകളുള്ള മക്കളുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന മക്കളുണ്ട്. 18ഓളം പേര് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗപീഠകൾ അനുഭവിക്കുന്ന മക്കള്, ബോൺ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗപീഠകള്, മുട്ടിന്റെ നട്ടെല്ലിന്റെ ഒക്കെ രോഗപീഠകള്, അസ്ഥി സംബന്ധമായിട്ട് രോഗപീഠകളുള്ള 28 മക്കളോളം സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ക്യാൻസർ രോഗപീഠ മൂലം ക്ലേശിക്കുന്ന 22ഓളം മക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കങ്ങള്, കടക്കണികള്, ജപ്തി നോട്ടീസുകൾ കിട്ടിയിരിക്കുന്നവര്, ബിസിനസ്സുകൾ പരാജയപ്പെട്ടു പോയ മക്കള്, 70-ലധികം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരീക്ഷകൾ എഴുതുന്ന മക്കള്, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്ന മക്കള്, പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള്, 2000-ലധികം മക്കൾക്ക് ഉന്നത വിജയത്തിന്റെ അഭിഷേകം ലഭിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയിട്ടുള്ള മക്കള്, ഈ ദിവസങ്ങളിൽ സർജറികൾക്കൊക്കെ വിധേയരാകുന്ന മക്കള്, അല്പം സീരിയസ് ആയിട്ടുള്ള അവസ്ഥകളിൽ കഴിയുന്ന മക്കള് ഈശോ കർത്താവ് 14ഓളം പേര് സുഖപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 27 കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അനേകം വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന പക്ഷത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ വലിയ വിശ്വാസത്തോടെ കരങ്ങളടിച്ച ദൈവത്തെ വാഴ്ത്തി പാടാം. വിശിഹാനാഥനെ വാഴ്ത്തിടുവൻ, വിശിഹാനൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവൻ.
ദൈവത്തെ വാഴ്ത്തിടുവൻ, ദൈവനാമം വാഴ്ത്തിടുവൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവൻ. സാഷ്ടാംഗം വീണുന ഏറ്റവും മഹത്താമി കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾ പുനരായ്മയ്ക്കേയും തീർക്കുക വിശ്വാസ ദൈവപിതാവിന് തന്നേകജാതന സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും ഔവീതം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാകുന്നു വാഴുക ത്രിത്വൈക ദൈവമാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാപകമായ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിന്റെ രക്തത്തിന്റെ ദിവരഹസ്യങ്ങൾ ഇന്ന് വണങ്ങുവാൻ അനുഗ്രഹമരണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന തമ്പുരാന്റെ പക്കലേക്ക് ഇരുകരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി എല്ലാ മക്കളൊന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമർപ്പിത അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയേ 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 ഈശോയെ. കണ്ണീരോടെ മക്കള് പ്രാർത്ഥിക്കുക, ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുക, ശംഖുപട്ടി പ്രാർത്ഥിക്കുക. ഈശോ, നിന്റെ പുരോഗതിന് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടിയാ. ഇവരെ നീ അനുഗ്രഹിക്കണേ കർത്താവ്, ഇവരെ നീ സുഖപ്പെടുത്തണേ കർത്താവ്, ഇവർക്ക് നീ വിടുതൽ കൊടുക്കണേ കർത്താവ്, ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, ഇവരുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ. ഈശോയേ ഈശോയേ ഈശോയെ ഈശോയെ ഈശോയെ. ഒരു വ്യക്തി പോലും അനുഗ്രഹിക്കപ്പെടാതെ ഇവിടുന്ന് മടങ്ങിപ്പോവല്ലേ ഈശോയെ. വെറുകയ്യാട്ട് ആരെയും പറഞ്ഞു വിടല്ലേ ഈശോ. ഒരു കൊച്ചു കുഞ്ഞു പോലും അനുഗ്രഹിക്കപ്പെടാതെ പോവല്ലേ ഈശോയെ 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 ഈശോയെ. എന്റെ ഈശോയെ ഈശോയെ ഈശോയെ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ.